ഇന്നത്തെ വീഡിയോ കണ്ടാൽ വാട്സപ്പിൽ നിങ്ങളെ ഓൺലൈൻ കാണാൻ ഇനി ആർക്കും കഴിയില്ല. കാരണം വാട്സപ്പിലെ 4 സൂപ്പർ ട്രിക്സ് കൂടി പരിചയപ്പെടുത്തുന്നുണ്ട്. എല്ലാം 2025 ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ വീഡിയോ തുടർന്ന് കാണുക. ഒന്നാമത്തെ ട്രിക്സ് എന്ന് പറയുന്നത് വാട്സപ്പ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഓപ്പൺ ചെയ്ത ശേഷം ഇതിന്റെ മുകളിലായിട്ട് 3 ഡോട്ട് കാണാൻ സാധിക്കും. ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾ സെറ്റിംഗ്സ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. തുടർന്ന് വരുന്ന സ്ക്രീനിൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾ രണ്ടാമത് കാണുന്ന പ്രൈവസി മാത്രം സെലക്ട് ചെയ്യുക. ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നോബഡി മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തെ ഓപ്ഷനിൽ നിങ്ങൾ സെയിം ആസ് ലാസ്റ്റ് സീൻ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കുക. ഈ രണ്ട് ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വാട്സപ്പിൽ ആരോടെങ്കിലും ചാറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഇടുന്ന സമയത്തൊന്നും ആർക്കും നിങ്ങൾ ഓൺലൈൻ ഉണ്ടെന്നുള്ള കാര്യം അറിയാൻ സാധിക്കില്ല. ഇത് വളരെ ഉപകാരപ്രദമാകുന്ന ട്രിക്സ് ആണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും ചെയ്തു വയ്ക്കുക. രണ്ടാമത്തെ ട്രിക്സ് ആണ് വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. 3 ഡോട്ടിൽ ലൈൻ ക്ലിക്ക് ചെയ്ത് ഇവിടെ സെറ്റിംഗ്സ് സെലക്ട് ചെയ്യുന്നു. സെറ്റിംഗ്സിലേക്ക് വന്നാൽ ഇവിടെ പ്രൈവസി കാണാൻ സാധിക്കും. പ്രൈവസിയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ റീഡ് റിസിപ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ആണെങ്കിൽ നിങ്ങൾ ഇവിടെ ഇതുപോലെ ഓഫ് ചെയ്ത് വെക്കുക. ഓഫ് ചെയ്ത ശേഷം ഇവിടെ ഫ്ലൈറ്റ് മോഡ് അല്ലെങ്കിൽ എയറോപ്ലെയിൻ മോഡ് നിങ്ങളിവിടെ ഓൺ ആക്കി ഇടുക. തുടർന്ന് നിങ്ങൾ മെസ്സേജ് ഇവിടെ സെൻഡ് ചെയ്യുക. തുടർന്ന് വാട്സപ്പിലേക്ക് വന്നിട്ട് നിങ്ങൾ മെസ്സേജ് ആർക്കാണോ സെൻഡ് ചെയ്യുന്നത് അവർക്ക് സെൻഡ് ചെയ്യുക. അതിനുശേഷം എയറോപ്ലെയിൻ മോഡ് വീണ്ടും നിങ്ങൾ ഫ്ലൈറ്റ് മോഡ് ഓഫ് ചെയ്തിടുക സെൻഡ് ചെയ്ത ശേഷം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വാട്സപ്പിൽ ഇപ്പോൾ ഒരാൾക്ക് മെസ്സേജ് ടൈപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ വോയിസ് റെക്കോർഡ് അയക്കുന്നു അവർക്ക് കാണിക്കുകയില്ല, ഹൈഡ് ആവുന്നതാണ്. ഇതും വളരെ ഉപകാരപ്രദമാകുന്ന ട്രിക്സ് ആട്ടോ. മൂന്നാമത്തെ ട്രിക്സ് ആട്ടോ, സ്റ്റാറ്റസ് സേവ് വിത്തൗട്ട് ആപ്പ്. അതായത് ഒരു ആപ്പിൻ്റെ സഹായമില്ലാതെ വാട്സപ്പിൽ വരുന്ന സ്റ്റാറ്റസുകളെല്ലാം നമുക്ക് ഫോണിൽ സേവ് ചെയ്യാൻ കഴിയും. ഇതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഫോണിലെ ഫയൽ മാനേജർ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഫയൽ മാനേജറോ മൈ ഫയൽസോ. ഇവിടെ ഞാൻ മൈ ഫയൽസ് ഓപ്പൺ ചെയ്യുന്നു. തുടർന്ന് ഇന്റേണൽ സ്റ്റോറേജ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുകയാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണിൻ്റെ കമ്പനി അനുസരിച്ച് ചിലപ്പോൾ മാറ്റം വരും ഈ സെറ്റിംഗ്സ്. ചിലപ്പോൾ അത് ഫയൽ മാനേജറിലാവാം. ഇവിടെ ഞാൻ ആൻഡ്രോയിഡ് സെലക്ട് ചെയ്യുകയാണ്. ആൻഡ്രോയിഡ് സെലക്ട് ചെയ്തിട്ട് ഞാൻ ഇവിടെ മീഡിയ സെലക്ട് ചെയ്യുന്നു. ഇവിടെ com.whatsapp എന്ന് പറയുന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഇവിടെ വാട്സപ്പ് സെലക്ട് ചെയ്യുന്നു. വീണ്ടും ഞാൻ ഒന്ന് മീഡിയ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്റ്റാറ്റസ് എന്ന് കാണാൻ സാധിക്കും. ഈ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഈ ഫോൾഡർ നിങ്ങൾ ലോങ് പ്രസ് ചെയ്ത് നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സപ്പിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൽ അയക്കുന്ന സ്റ്റാറ്റസുകൾ, ഫോട്ടോസ്, വീഡിയോസ് എല്ലാം ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഫോണിലേക്ക് സേവ് ആവും. ഇതിനു വേണ്ടി ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ്റെ ആവശ്യമില്ല. ഇതും വളരെ ഉപകാരപ്രദമാകുന്ന ട്രിക്സ് ആണ്. അടുത്ത ട്രിക്സ് ആണ് പ്രൊഫൈൽ ഫോട്ടോ ഹൈഡ് ഫോർ സ്പെസിഫിക് പീപ്പിൾ. അതായത് നമ്മുടെ വാട്സപ്പിൽ ഇഷ്ടമുള്ളവർക്ക് മാത്രം നമ്മുടെ പ്രൊഫൈൽ പിക്ക് കാണിക്കാം, അല്ലാത്തവർ നമുക്ക് ഹൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് വാട്സപ്പ് ഓപ്പൺ ചെയ്ത ശേഷം പതിവ് പോലെ തന്നെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുന്നു. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ പ്രൈവസി നമ്മൾ സെലക്ട് ചെയ്യുക. പ്രൈവസിയിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രൊഫൈൽ പിക്ക് കാണാൻ സാധിക്കും. ഈ പ്രൊഫൈൽ പിക്ക് നമ്മുടെ ഭാഗത്ത് ഇവിടെ എവരിവൺ കിടന്നാൽ എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ട് മൈ കോൺടാക്ട് എക്സ്പെക്ട്. ഇത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഈ ഓപ്ഷൻ. തുടർന്ന് നിങ്ങളുടെ ഫോണിലെ കോൺടാക്ട് ലിസ്റ്റ് ഇവിടെ മൊത്തം വരുന്നതാണ്. അതിനുശേഷം ഞാൻ ഇവിടെ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ ആരെല്ലാം കാണണം, ആരെല്ലാം കാണാതിരിക്കണം, ഹൈഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഈ സെറ്റിംഗ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇതും വളരെ ഉപകാരപ്രദമാവുന്നതാണ്. അഞ്ചാമത്തെ ലാസ്റ്റത്തെ സെറ്റിംഗ്സ് ആണ് വാട്സപ്പിൽ നമ്മൾ പേഴ്സണൽ ആയിട്ട് ചെയ്യുന്ന ചാറ്റുകൾ നമുക്ക് ലോക്ക് ചെയ്യാൻ കഴിയും, മറ്റുള്ളവർ കാണാതിരിക്കാൻ കഴിയും. ഇതെങ്ങനെയാണ് നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ ഈ ഒരു ചാറ്റ് എടുക്കുകയാണ്. ഈ ചാറ്റിൻ്റെ പേരിൽ ക്ലിക്ക് ചെയ്യുന്നു. താഴ്ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ചാറ്റ് ലോക്ക് എന്ന് കാണാൻ സാധിക്കും. ഈ ചാറ്റ് ലോക്ക് നിങ്ങൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫിംഗർ പ്രിന്റ് അല്ലെങ്കിൽ പാറ്റേൺ ലോക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഇത് എനേബിൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. ഇനി ലോക്ക്ഡ് ചാറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫിംഗർ പ്രിന്റ് അല്ലെങ്കിൽ പാറ്റേൺ ലോക്ക് കൊടുക്കാതെ ഈ ചാറ്റ് ഇവിടെ ഓപ്പൺ ആവില്ല. ഈ ചാറ്റ് നമ്മുടെ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി മറ്റുള്ളവരോട് നോക്കുന്ന സമയത്ത് ലോക്ക്ഡ് ചാറ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ കാണിക്കാതിരിക്കാൻ വേണ്ടി ഹൈഡ് ചെയ്യാനും പറ്റും ലോക്ക്ഡ് ചാറ്റ്. അതിനുവേണ്ടി ഈ ഫിംഗർ പ്രിന്റ് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. തുടർന്ന് ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ലോക്ക് സെറ്റിംഗ്സ് കൊടുത്തിട്ട് ഈ ഹൈഡ് ലോക്ക് ചാറ്റ് അങ്ങ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ യൂസ് മൈ സീക്രട്ട് കോഡ് ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ ലെറ്റർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ ആ ചാറ്റ് ലോക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ ഹൈഡ് ആയി പോയിട്ടുണ്ട്. ഇനി പേഴ്സണലായിട്ട് നിങ്ങൾ ചെയ്തിരിക്കുന്ന ആ ചാറ്റിൽ എത്തിക്കണമെങ്കിൽ വാട്സപ്പിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന സീക്രട്ട് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കും. കണ്ടില്ലേ ഇവിടെ വന്നു കഴിഞ്ഞു. ഈ 5 ട്രിക്സുകൾ നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായത് വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ മൊബൈൽ ടിപ്സ് വരാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മൊബൈൽ സംബന്ധമായ ഇത്തരം വീഡിയോകൾ കൂടുതൽ ലഭിക്കാൻ വേണ്ടി ഈ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.